പട്ടിക്കാട്ടിൽ നിന്ന് വരുന്ന കനാലിൽ മാലിന്യം കൂമ്പാരമായി കിടക്കുന്നു. കൃഷിക്ക് വേണ്ടി വെള്ളം കൊണ്ടുവരുന്ന കനാലിലാണ് മാലിന്യ കൂമ്പാരം. ഈ കനാലിൽ അനേകം പ്രദേശവാസികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തിലൂടെയാണ് ഒഴുകുന്നത്. ഇതിൽ പ്രദേശവാസികൾ കുട്ടികൾ അടങ്ങുന്നവരും കുളിക്കുന്നതും അലക്കുന്നതുമെല്ലാം ഈ വെള്ളത്തിൽ. എന്നാൽ ഈ മാലിന്യങ്ങളുടെ ഇടയിൽ നിന്നാണ് ഈ വെള്ളം ഒലിച്ചു വരുന്നതെന്ന് അറിയാതെയാണ് പലരും വസ്ത്രങ്ങൾ കഴുകുന്നതും കുളിക്കുന്നതും. ഈ കനാൽ കൂടവയലിൽ കൃഷിയിടങ്ങളിൽ വരെ എത്തുന്ന വെള്ളമാണ്. വീടുകളുടെയും അടുത്തൂടെ ഒഴുകുന്നതിനാൽ കഴിഞ്ഞ മാസങ്ങളിൽ ഡെങ്കിപ്പനി പോലുള്ള അസുഖങ്ങൾ മറയൂരിൽ പടർന്നു പിടിച്ചിട്ടും ആരോഗ്യ വകുപ്പ് ഇതിനെതിരെ ശക്തമായ നടപടി എടുക്കുന്നില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ന്യൂസ് ഡെസ്ക് മറയൂർ വിഷയം. സംബന്ധിച്ചോളം പറയാനില്ല. ഇവിടെ പഞ്ചായത്തിൻ്റെ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ആയിരിക്കണം. നേരത്തെ പ്രസിഡന്റ് പദവിയിലിരുന്ന ആളാണ് ജോമോൻ തോമസ്. പുള്ളിക്കാരൻ്റെ വാർഡിലെ അവസ്ഥയാണിത്. കാരണം വാർഡിൽ പട്ടിക്കാട്ടിലേക്ക് കയറി വരുന്ന വഴിയാണിത്. ഇത് തൊട്ടടുത്ത അമ്പലം അടുത്തുണ്ട്. അപ്പോൾ ഇത് വെച്ചേക്കെന്ന് വെച്ചാൽ പൈപ്പ് കണക്ഷൻ മൊത്തം കൊടുത്തേക്കുക. ആ കൂടെ അരയടി പോലും ഗ്യാപ്പില്ലാത്ത രീതിയിലാണ്. അപ്പോൾ അരയടി ഗ്യാപ്പിലുള്ള രീതിയിലാണ് വെച്ചേക്കുന്നത്. ആ റോട്ടിൽ കൂടെ ഒഴുകുന്ന വെള്ളമല്ല ഇതിനകത്ത് പോകുന്ന രീതിയിൽ. ഇവിടെ താമസിക്കുന്ന പുള്ളിക്കാരൻ വന്നിട്ട് ഏതാണ്ട് 80 വയസ്സിനടുപ്പിച്ച് പ്രായമുള്ളൊരു മനുഷ്യൻ താമസിക്കും. ആ പുള്ളി ഒറ്റയ്ക്കാണ് അവിടെ താമസിക്കുന്നത്. രാത്രിയായി കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വേസ്റ്റ് വാട്ടർ ഉൾപ്പെടെയുള്ള ഇതിനകത്ത് ഇവിടെ പെരയ്ക്കകത്ത് വരെ ഇവിടെ കയറി ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇതിനെതിരെ പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടോ ഹെൽത്തിൽ പരാതിപ്പെട്ടിട്ടോ യാതൊരുവിധ നടപടി സ്വീകരിച്ചിട്ടുള്ള സത്യാവസ്ഥയാണ്. കാരണം നമുക്ക് കാണാതെ തന്നെ മനസ്സിലാകും. ആ കൂടെ അരയടി ഗ്യാപ്പ് 1.5 അടി ഗ്യാപ്പുള്ളതിനകത്തോടെ പൈപ്പ് വിട്ട് സെറ്റ് ചെയ്ത് വിട്ടേക്കുന്നു. ഇതേ സ്ഥലത്ത് ഇത് മാന്യമായ രീതിയിൽ കുറച്ചുകൂടെ ചെയ്യാമല്ലോ. ഒരു 2.5 അടി ഗ്യാപ്പിൽ നല്ല നിങ്ങൾ വീതിയിൽ കനാൽ ക്ലിയർ ചെയ്തിട്ട് വേസ്റ്റ് വാട്ടർ അത് അതിൽ പോകാനുള്ള സൗകര്യം ചെയ്യാം. നമുക്ക് ഈ വേസ്റ്റ് വാട്ടർ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഡ്രൈനേജ് ഉണ്ടാക്കിയിട്ട് അത് നേരെ മാലിന്യത്തിൻ്റെ ആയിട്ട് ഒരു സെറ്റ് ചെയ്ത് അതിനകത്ത് വേണം വിടാൻ. ഇത് നമുക്ക് കാണാം. ഈ ഇവിടെയൊക്കെ വീഴുന്ന കനാലിനകത്തോട്ട് വിട്ടേക്കുന്നത്. ആ കനാൽ എവിടേക്കാണ് പോകുന്നത്? ആ കനാൽ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കുടിക്കാനെടുക്കുന്ന വെള്ളം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കനാലിലെ വെള്ളത്തിലോട്ടാണ് ഇത് ഡയറക്റ്റ് വിട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ എന്ത് വൃത്തിയാണുള്ളത്? ശുചിത്വ കേരളം, സുന്ദര കേരളം എന്ന പേര് മാത്രം വെച്ചുകൊണ്ട്. അപ്പോൾ അതിൻ്റെ കീഴിൽ പിഴിഞ്ഞ കേരള സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്നതാണ് തദ്ദേശീയ സ്വയംഭരണം. ആ തദ്ദേശീയ സ്വയംഭരണം മികച്ച രീതിയിൽ നല്ല പഞ്ചായത്ത് എന്നുള്ള പേര് നേടിയ പഞ്ചായത്താണ് മറയൂർ പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ കാണിക്കുന്ന ഇത്രയും വലിയ അഴിമതിയാണ്. അപ്പം ഇപ്രാവശ്യം ഈ ഗ്രാമസഭയോടനുബന്ധിച്ച് ഇവർ പല പരിപാടിയും ചെയ്തിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ ഗ്രാമസഭയിലും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ യാതൊരു പരിപാടിയും ചെയ്തിട്ടില്ല. ഈ മാലിന്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത് നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ബയോഗ്യാസ് പോലുള്ള കാര്യങ്ങളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ മറയൂർ പഞ്ചായത്തിലുള്ള സൗരോർജ്ജ വിളക്കുകൾ പ്രവർത്തിപ്പിക്കാനും അതുപോലെ തന്നെ സൗരോർജ്ജ വിളക്കുകൾ മാത്രമല്ല വീട്ടാവശ്യമുള്ള ഗ്യാസ് വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവുകളും. അപ്പോൾ അതിനുള്ള പ്രൊജക്റ്റുകളോ കാര്യങ്ങളോ ഒന്നുമല്ല ഗ്രാമസഭയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് യാതൊരുവിധ പ്രയോജനമില്ലാത്ത രീതിയിലുള്ള ഗ്രാമസഭയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ മാലിന്യങ്ങൾ മലിനജലം പുറത്തേക്ക് ഒഴുക്കിടാൻ നിയമമില്ല. ആ നിയമപ്രകാരം കുറ്റകരമാണ്. അവർക്കെതിരെ നടപടി എടുത്തേ പറ്റുള്ളൂ. അതിന് വേണ്ട നടപടി ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാകണം. പൊതുസ്ഥലത്തേക്ക് മാലിന്യം വലിച്ചെറിയുന്നതും പൊതുസ്ഥലങ്ങളിലേക്ക് മാലിന്യം വലിച്ചെറിയുന്നതും അതുപോലെ തന്നെ മലിനജലം കനാൽ വഴി ഒഴുക്കിവിടുന്നതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചേ പറ്റുള്ളൂ. അതുമാത്രമാണ് എനിക്കിപ്പോൾ ഈ സമയത്ത് പറയാനുള്ളത്. കാരണം ഇത് ഉപയോഗിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഈ മാലിന്യജലം ഒഴുകിച്ചെരുന്ന നിത്യേന രോഗികളായി ഓരോ ദിവസം കൂടുന്തോറും രോഗികളുടെ എണ്ണം കൂടി വരിക. മറയൂരിൽ നേരത്തെ മരണത്തിൻ്റെ അളവ് വളരെ കുറവായിരുന്നെങ്കിൽ ഇന്ന് ഓരോ ദിവസവും അണു സംഭവം കൊണ്ടുകൊള്ളി ആളുകളുടെ മരണം കൂടി വരികയാണ്. അപ്പോൾ ഇതിനൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യപരമായ ഒരു പ്രവർത്തനമല്ല മറയൂർ ഗ്രാമപഞ്ചായത്തിന് കീഴിൽ നടക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഹെൽത്തും ഉണർന്ന് പ്രവർത്തിക്കണം. അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുവരണം. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തിൻ്റെ മോശമായൊരു പ്രവൃത്തിയുടെ ഫലമാണ് ഇങ്ങനെ മാലിന്യങ്ങൾ ഓരോ സ്ഥലത്തും കുമിഞ്ഞുകൂടി വരുന്നത്. അവരുടെ കഴിഞ്ഞ ദിവസം ഇന്നത്തെ ഗ്രാമസഭയുടെ ഇത് നോട്ടീസിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ അടച്ചിട്ടില്ലെങ്കിൽ അടയ്ക്കാത്തവർക്ക് ഇത് കൊടുക്കത്തില്ലെന്ന്. ഹരിതകർമ്മസേനയുടെ യൂസർ ഫീ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാനായിട്ട് സർക്കാർ ഒരു നിബന്ധന തയ്യാറാക്കി കൊടുത്തിട്ടുണ്ട്. BPL ലിസ്റ്റിൽപ്പെട്ടവരാരും ഹരിതകർമ്മസേനയുടെ പൈസ അടയ്ക്കേണ്ട. ആ പൈസ അടയ്ക്കേണ്ടത് പഞ്ചായത്താണ്. അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ ആണെങ്കിലും പഞ്ചായത്ത് അടയ്ക്കേണ്ടത്. അതിൻ്റെ ഉത്തരവാദിത്തം പഞ്ചായത്താണ്. എന്നിട്ടും സാധാരണക്കാരെ ജനങ്ങളെ ഞെക്കിപ്പിഴിയുന്ന ഒരു നിലപാടാണ് പഞ്ചായത്ത് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് വേണ്ട ശക്തമായ നടപടി എടുക്കാത്ത പക്ഷം ഇതിനെതിരെ ശക്തമായ പഞ്ചായത്തിന് മുമ്പിൽ ഒരു പ്രക്ഷോഭം
സംഘടിപ്പിക്കുമെന്ന് മാത്രമാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്.